وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا ويصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വസിയ്യത്ത് നൽകുകയാണ്. സഹോദരങ്ങളെ, ഇഹലോക ജീവിതത്തിൽ നമ്മൊന്ന് ഉറ്റുനോക്കിയാൽ നമുക്ക് കാണുന്ന കാര്യമാണ് മനുഷ്യൻ പരസ്പരം ശത്രുക്കളാണ് എന്നുള്ളത്. ചില രാജ്യങ്ങൾ ചില രാജ്യങ്ങൾക്ക് ശത്രുക്കളാണ്. ചില കച്ചവട സ്ഥാപനങ്ങൾ മറ്റു ചില കച്ചവട സ്ഥാപനങ്ങളുടെ ശത്രുതയിലാണ്. അയൽവാസികൾ തമ്മിൽ, കുടുംബക്കാർ തമ്മിൽ, കൂട്ടുകാർ തമ്മിലെല്ലാം ഇത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ശത്രു ആരാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്കത് അറിയിച്ചു നൽകിയിട്ടുണ്ട്. മനുഷ്യൻ ആ ശത്രുവിനെ അവന്റെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുകയും ആ ശത്രുവിനെതിരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അവന്റെ ദീനിനെ അവനക്ക് സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിൽ 6-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഫാത്തിറിലെ 6-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്ന ശൈത്താന ലക്കും അദു, തീർച്ചയായിട്ടും ശൈത്താൻ നിങ്ങൾക്ക് ശത്രുക്കളാകുന്നു. അതായത് മനുഷ്യരെ നിങ്ങൾക്ക് ശൈത്താൻ ശത്രുക്കളാകുന്നു, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാകുന്നു. ഫത്തഖിദൂഹു അദുവ, ആ ശൈത്താനെ നിങ്ങൾ ശത്രുവായിക്കൊണ്ട് തന്നെ സ്വീകരിക്കുക. കൃത്യമായിക്കൊണ്ട് നിങ്ങൾ അത് ശത്രുവാണെന്ന് മനസ്സിലാക്കണം. ആ ശൈത്താൻ മനുഷ്യന്റെ ആജന്മ ശത്രുവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നമാ യദ്ഉ ഹിസ്ബഹു, തീർച്ചയായിട്ടും അവന്റെ ആളുകളെ ക്ഷണിക്കുന്നത് ലിയകൂനൂ മിൻ അസ്ഹാബി സഈർ, നരകത്തിന്റെ ആളുകളാകാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ ശൈത്താൻ അവന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. അവിടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ആദ്യമായിക്കൊണ്ട് ശൈത്താൻ മനുഷ്യന്റെ ശത്രുവാണ് എന്നുള്ളതും ശൈത്താന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതും ശൈത്താൻ എങ്ങനെയാണ് ഒരാളെ നരകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയതായി കാണാൻ സാധിക്കും. ഗ്രന്ഥങ്ങൾ 1, 2, 3 വാള്യങ്ങളുള്ള, അതിലേറെ വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ എഴുതിയതായി കാണാൻ സാധിക്കും. ശൈത്താന്റെ സ്വഭാവം എങ്ങനെയാണ്, ശൈത്താൻ മനുഷ്യനെ വഴിതെറ്റിക്കുക, എങ്ങനെയാണ് മനുഷ്യന്റെ ആജന്മ ശത്രു ശൈത്താനായത് എന്നുള്ളതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദം മജ്റദ്ദം, തീർച്ചയായിട്ടും മനുഷ്യന്റെ നരമ്പിലൂടെ രക്തം എവിടെയെല്ലാം സഞ്ചരിക്കുന്നുവോ അതിലൂടെയെല്ലാം ശൈത്താൻ സഞ്ചരിക്കും. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പലപ്പോഴും സഹോദരന്മാരെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്, പല തിന്മകൾക്കും തീരെ ആഗ്രഹമില്ലായിട്ടും അത് ചെയ്തു പോകുന്നൊരു സന്ദർഭം. പലപ്പോഴും ശൈത്താൻ പല രൂപത്തിൽ നമ്മുടെ അടുക്കിലേക്ക് വരുന്നൊരു അവസ്ഥ. ഇതൊരു മുസ്ലിം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വഴിതെറ്റിപ്പോകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം, ആദമിന്റെ സന്തതികളെ മനുഷ്യരെ, ഞാൻ കരാർ നൽകിയില്ലയോ, അല്ലാ തഅബുദു ശൈത്താൻ, ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുത്, ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, കൃത്യമായിട്ടും അവൻ വ്യക്തമായിട്ടുള്ള ശത്രുവാകുന്നു എന്നുള്ളത്. മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കും, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ ശൈത്താന്റെ കാലടികളെ, അവന്റെ മാർഗത്തെ പിൻപറ്റരുത്. വമൻ യത്തബിഉ ഖുതുവാതി ശൈത്താൻ, ആരെങ്കിലും ശൈത്താന്റെ കാലപാദങ്ങളെ പിൻപറ്റിയാൽ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാ, ശൈത്താൻ കൽപ്പിക്കുന്ന തിന്മകളെ കൊണ്ട് മാത്രമാണ് വൽ മുൻകർ, മ്ലേച്ഛതകളും തിന്മകളെ കൊണ്ട് മാത്രമാകുന്നു ശൈത്താൻ കൽപ്പിക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിലെ 21-ാമത്തെ വചനത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മഹാനായ പണ്ഡിത ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് ശൈത്താനെ കൃത്യമായി കൊണ്ട് അവൻ ശത്രുവായിക്കൊണ്ട് അവനെ സ്വീകരിക്കാൻ വേണ്ടി, അവന്റെ മാർഗങ്ങളിൽ
അവന്റെ പ്രവർത്തനങ്ങൾ ശത്രുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രവർത്തനങ്ങളായിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, എപ്പോഴൊക്കെ ശൈത്താനെ കുറിച്ചുള്ള ഓർമ്മ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുവോ അപ്പോഴൊക്കെ ശൈത്താന്റെ മാർഗത്തിലൂടെ നമ്മൾ പ്രവേശിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. സൽഫുസാലിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ഒരു അടിമക്ക് തന്റെ ജീവിതത്തിൽ ഒരു സമയവും ശൈത്താനോടുള്ള യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. സ്വന്തം നഫ്സ് കൊണ്ടുള്ള ജിഹാദ്, ധർമ്മസമരം, അത് ശൈത്താനോട് നടത്തൽ അനിവാര്യമാണ് എന്നുള്ളത് അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ശൈത്താൻ ശത്രുവാണ് എന്നുള്ളതും അവൻ എങ്ങനെയാണ് ഒരാളെ നരകത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതും. ആയത്തിൽ പറഞ്ഞല്ലോ, അവന്റെ ആളുകളെ നരകത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ ആണയിട്ട് പറഞ്ഞതാണ്, ഞാൻ അള്ളാഹുവെ നിന്റെ അടിമകളിൽ അധിക പേരെയും നന്ദി കെട്ടവരാക്കി തീർക്കും. നിനക്ക് നിന്നെ ആരാധിക്കുകയില്ല. അവർ ദീനിൽ നിന്നും തെറ്റിപ്പോകുന്നതാണ്, അവർ എന്റെ പിന്നിലായിരിക്കും എന്നുള്ളത് കൃത്യമായി കൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, ആദ്യമായി കൊണ്ട് ശൈത്താൻ ഒരാൾ എത്തിക്കാൻ ശ്രമിക്കുക, ആദ്യമായി കൊണ്ട് മനുഷ്യനെ ഒന്നാമതായി കൊണ്ട് തെറ്റിക്കാൻ ശ്രമിക്കുക, അവൻ എത്തിക്കാൻ ശ്രമിക്കുന്നത് കുഫ്ർ ബില്ല, അള്ളാഹുവിലെ നിഷേധിക്കുന്നതിലേക്കാണ്. അള്ളാഹുവിനെ നിഷേധിക്കുക, ദീനുൽ ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിലേക്കാണ് ആദ്യമായി കൊണ്ട് ഒരു മനുഷ്യനെ അവൻ എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ഹശറിലെ 16-ാമത്തെ വചനം, കമസലി ശൈത്താൻ, ശൈത്താനെ പോലെ. ഇദ് ഖാലൽ ഇൻസാൻ, മനുഷ്യനോട് പറഞ്ഞപ്പോൾ ഉക്ഫുർ, നീ കുഫ്ർ എന്ന് പറഞ്ഞു. ഫലമ്മാ കഫറ, മനുഷ്യൻ കുഫ്ർ ചെയ്തപ്പോൾ ഖാല ഇന്നി ബരീഉം മിൻക്, ശൈത്താൻ അവനോട് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്നും ഒഴിവാണ്, ഞാൻ നിന്റെ ഒപ്പമില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ ഞാൻ ഭയക്കുന്നു എന്ന് ശൈത്താൻ അവിടെ വെച്ച് പറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒന്നാമതായിക്കൊണ്ട് മനുഷ്യനെ ശൈത്താൻ എത്തിക്കാൻ ശ്രമിക്കുക കുഫ്രിലേക്കാണ്. കാരണം കുഫ്രിലായിക്കൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അവൻ കാലാകാലം നരകത്തിലാണ്. ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസമാണത്. കാലാകാലം നരകത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ശിർക്ക്, കുഫ്ർ, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, അതുപോലെ തന്നെ അള്ളാഹുവിനെ നിഷേധിക്കൽ, അതുപോലെ തന്നെ സർവമത സത്യവാദം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നരകത്തിലേക്ക് നിത്യവാസികളാക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ സഹോദരങ്ങൾ, അൽ ബിദ്അ, ശൈത്താൻ ക്ഷണിക്കുന്ന മറ്റൊരു പ്രവർത്തനമാണ് ബിദ്അത്ത്, പുത്തനാശയങ്ങൾ. ഒരാളെ കുഫ്റിൽ അകപ്പെടുത്താൻ സാധിച്ചില്ല, പിന്നീട് ശൈത്താൻ ശ്രമിക്കുക അവനെ ബിദ്അത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പുത്തൻവാദങ്ങൾ, പുത്തനാശയങ്ങൾ, മുസ്ലിം ആയിരിക്കാം, തൗഹീദുള്ള ആളുകളായിരിക്കാം, പക്ഷേ ബിദ്അത്തുകൾ അവനിൽ വരുത്തുമെന്നുള്ളതാണ്. അതായത് ഇൽമിന്റെ അടിസ്ഥാനത്തിലില്ലാത്ത, അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഇബാദത്തുകളാണ് ബിദ്അത്തുകൾ. സ്വന്തം ഇച്ഛയ്ക്ക് വേണ്ടി, സ്വന്തം ഇച്ഛയുടെ അടിസ്ഥാനത്തിലുള്ള ഇബാദത്തുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശൈത്താന്റെ രണ്ടാമത്തെ പ്രവർത്തനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യമാകുന്നു ശൈത്താൻ വൻപാപങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത്. ഒരാൾ കുഫ്ർ ചെയ്തില്ല, രണ്ടാമത്തേത് അവൻ ബിദ്അത്ത് ചെയ്തില്ലെങ്കിൽ പിന്നീട് ശൈത്താൻ ചെയ്യുന്ന പ്രവർത്തനമാണ് വൻപാപങ്ങളെ അവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ളത്, ചെയ്യിപ്പിക്കുക എന്നുള്ളത്. മദ്യപാനം പോലെ, മറ്റുള്ള ലഹരികൾ പോലെ, വ്യഭിചാരം പോലെ, അതുപോലെ തന്നെ വൃത്തികേടുകൾ കാണുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ പോലുള്ള വൻപാപങ്ങളെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അത് ചെയ്താൽ പതുക്കെ അവന് ബിദ്അത്തിലേക്കും പിന്നീട് കുഫ്റിലേക്കും എല്ലാം എത്തും. നമ്മൾ കാണുന്ന കാര്യമാണ്, ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകൾ തുടക്കത്തിൽ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരിക്കും, തുടക്കത്തിൽ നിസ്കാരമുണ്ടായിരിക്കും, മറ്റ് ഇബാദത്തുകൾ ഉണ്ടായിരിക്കും, പതുക്കെ ഓരോന്നോരോന്നായി അവരുടെ അടുക്കൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്ന, ഇതെല്ലാം വെറുതെ ഉണ്ടായതാണെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ല എന്നുമുള്ള പച്ചക്കളവ് അവരുടെ മനസ്സിൽ നിന്നും പുറത്തു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പതുക്കെയാണ് ഇതുപോലുള്ള വിഷയങ്ങളിലേക്ക് ശൈത്താൻ മനുഷ്യനെ എത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞതായി കാണാൻ സാധിക്കും, യാ ബനി ആദമ ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, ആദമിന്റെ മക്കളെ, മനുഷ്യരെ, നിങ്ങളെ ശൈത്താൻ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ പിതാക്കൻ ഉമ്മമാരെ, നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും നരകത്തിൽ നിന്നും അവൻ പുറത്താക്കിയതുപോലെ, സ്വർഗത്തിൽ നിന്നും അവൻ പുറത്താക്കിയതുപോലെ നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നാലാമത്തെ കാര്യം, ശൈത്താൻ ആദ്യമായി കൊണ്ടൊരാളെ കുഫ്ർ ചെയ്യാൻ പ്രേരിപ്പിക്കും. അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ബിദ്അത്ത്, അത് ചെയ്തിട്ടില്ലേ വൻപാപങ്ങൾ, അതും അവൻ ചെയ്തിട്ടില്ലെങ്കിലോ ചെറുപാപങ്ങൾ അവന്റെ മുന്നിൽ ഇട്ടുകൊടുക്കുമെന്നുള്ളതാണ്. ചെറിയ പാപങ്ങൾ, അത് ചെറുതല്ലേ, അത് ചെയ്താൽ എന്താണ് പ്രശ്നം,
അത് നിസ്കാരം കൊണ്ട് പൊറുക്കപ്പെടുകയില്ലേ, വുളു എടുക്കുമ്പോൾ അത് പൊറുക്കപ്പെടുകയില്ലേ എന്ന് അവൻ പ്രേരിപ്പിച്ചുകൊണ്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം അവന്റെ മനസ്സിൽ പാപങ്ങളോടുള്ള ആ ഗൗരവം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ഈ ചെറുതിന്റെ കൂടെ വലുതും പിന്നീട് ബിദ്അത്തും കുഫ്റിലേക്കും എത്തും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒരു മുസ്ലിം ഏത് ചെറുതാകട്ടെ വലുതാകട്ടെ പാപങ്ങളിൽ നിന്ന് കൃത്യമായി കൊണ്ട് വിട്ടുനിൽക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ശൈത്താന്റെ ഓരോ മാർഗങ്ങളും ശ്രദ്ധിച്ചു മനസ്സിലാക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങൾ, അഞ്ചാമത്തെ കാര്യമാണ് അവൻ അനുവദനീയമായ കാര്യങ്ങളിൽ മുഴുകിപ്പിക്കുക എന്നുള്ളത്. അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണം, വിനോദം, ഹലാലായിട്ടുള്ള വിനോദങ്ങൾ, ഹലാലായിട്ടുള്ള ഭക്ഷണം കഴിക്കൽ, ഹലാലായിട്ടുള്ള കളികൾ, വിനോദങ്ങൾ, ഇതിലെല്ലാം മുഴുകിപ്പിച്ചുകൊണ്ട് ഖൈറുകളിൽ നിന്നും അവനെ മാറ്റി നിർത്തുക എന്നുള്ളത് ശൈത്താന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഉറക്കം, ഇതുപോലുള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ അവന്റെ സുന്നത്തുകൾ നഷ്ടപ്പെടും. പിന്നീട് വാജിബാത്തുകളിൽ അലംഭാവമുണ്ടായിരിക്കും. പിന്നെ നിസ്കാരം, അതുപോലെ തന്നെ വലിയ ഇബാദത്തുകൾ, നിർബന്ധമായിട്ടും ഒരാൾ ചെയ്യേണ്ട ഇബാദത്തുകളിൽ നിന്നും പതുക്കെ പതുക്കെ അവൻ പുറത്തേക്ക് പോയി അവസാനം ദീനില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കും എന്നുള്ളത് ശൈത്താന്റെ ഒരു പ്രത്യേകതയാണ്. സഹോദരങ്ങളെ, ഇതെല്ലാം ശൈത്താൻ വളരെ കൃത്യമായി കൊണ്ട് അവന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. തിന്മകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കണം. വേദത്തിൽ നിന്നും കുഫ്റിൽ നിന്നും ഇതെല്ലാം ശൈത്താൻ നമ്മളെ വിളിക്കുന്നതാണ്, അതിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الحمد لله كما هدانا لسبيل الجنان وحذرنا من الحبائل الشيطان وسبل النيران واشهد ان محمدا عبد الله ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا أما بعد. സഹോദരങ്ങളെ, നമ്മൾ ശൈത്താൻ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഓരോ മാർഗങ്ങളും എന്തിലേക്കാണ് അവൻ അവസാനം എത്തിക്കുക എന്നുള്ളത് കൃത്യമായി കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ ഇതിന് രക്ഷപ്പെടാം എന്നുള്ള മാർഗങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പല ആളുകൾക്കും ഇത് മനസ്സിലായാൽ പോലും എങ്ങനെ ഇതിന് രക്ഷപ്പെടാം, അവന്റെ കുതന്ത്രത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് അറിയുകയില്ല. പലപ്പോഴും ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന കാര്യമാണ് ഇന്നത് ചെയ്യുന്നത് ഹറാമാണ്, ഇന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വൻപാപമാണ്, ഇന്നത് തിന്മയാണ് എന്നുള്ളത് കൃത്യമായി കൊണ്ടറിയാം. പക്ഷെ എങ്ങനെ അത് രക്ഷപ്പെടുക, എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനോട് ഇഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. നിഷ്കളങ്കമായി കൊണ്ട് ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക, എല്ലാ ഇബാദത്തും അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഇബാദത്തുകൾ ചെയ്യുന്നത്? ആളുകൾ കാണാൻ വേണ്ടിയാണ്? അല്ല, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കാൻ, തന്റെ പരലോകത്ത് അത് ഉപകാരപ്പെടാൻ വേണ്ടി. അപ്രകാരമായിരിക്കണം ഒരാളുടെ ഇബാദത്തുകളെല്ലാം. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുലേക്ക് മടങ്ങുക, എന്ത് പ്രയാസഘട്ടത്തിലും അള്ളാഹുലേക്ക് മടങ്ങുക, അള്ളാഹുവിൽ വരമേൽപ്പിക്കുക, തവക്കുൽ അള്ളാഹുവിൽ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ഇബാദത്തിന്റെ ഏതെല്ലാം ഘടകങ്ങളുണ്ടോ അതെല്ലാം, ആ ഘടകങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ ശൈത്താൻ അവിടെ വെച്ച് പറയുന്നതായി കാണാൻ സാധിക്കും. സൂറത്ത് സ്വാദിൽ 82-83 വചനത്തിൽ പറയുന്നു, ഖാല ഫബിഇസ്സതിക, അല്ലാഹുവേ നിന്റെ ഇസ്സത്ത് കൊണ്ട് തന്നെ ഞാൻ സത്യം ചെയ്യുന്നു, ലഉഖ്വിയന്നഹും അജ്മഈൻ, നിന്റെ അടിമകളെ എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും, ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, അതിൽ ഇഖ്ലാസുള്ള നിന്റെ അടിമകൾ ഒഴികെ, നിഷ്കളങ്കമായി കൊണ്ട് നിനക്ക് ഇബാദത്തുകൾ നൽകുന്ന അടിമകൾ ഒഴികെയുള്ള എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കുമെന്ന് അവിടെ വെച്ച് ശൈത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, എന്ത് പ്രയാസമുണ്ടാകുമ്പോഴും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും സങ്കടമുണ്ടാകുമ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അതൊരു ഇഖ്ലാസുള്ള മുഅ്മിന്റെ ലക്ഷ്യമാണ്. ലഹരികളിലേക്കോ മ്യൂസിക്കുകളിലേക്കോ തിന്മകളിലേക്കോ സൃഷ്ടികളിലേക്കോ ബിംബങ്ങളിലേക്കോ ഖബറുകളിലേക്കോ ജാരങ്ങളിലേക്കോ അല്ല ഒരു മനുഷ്യൻ മടങ്ങേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് മടങ്ങേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖൽബ് തുറന്നുകൊണ്ട് പറയുക, അള്ളാഹു നൽകേണ്ട ഇബാദത്തുകൾ കൃത്യമായി കൊണ്ട് നൽകുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കൃത്യമായി കൊണ്ട് ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ സാധിക്കും, വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസഗും, ശൈത്താനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ, അവൻ നിങ്ങളെ വഴിതെറ്റിപ്പിക്കാൻ ശ്രമിച്ചാൽ, ഫസ്തഈദ് ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ശരണം തേടുക എന്നുള്ളതാണ്. ഫസ്തഈദ് ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് ശരണം തേടുക. ഇന്നഹു സമീഉൽ അലീം, തീർച്ചയായിട്ടും അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അപ്പോൾ ഒന്നാമത്തേത് എല്ലാ ഇബാദത്തിലും പൂർണ്ണമായിട്ടുള്ള ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത്. ഒരു 5 രൂപ സ്വതക്ക കൊടുക്കുകയാണെങ്കിലും, ഒരു സഹോദരന്റെ പ്രയാസം അത് ദൂരീകരിക്കുകയാണെങ്കിലും,
ഒരു സഹോദരന് അവന്റെ വാഹനത്തിലേക്ക് ഒരു വസ്തു എടുത്തു വെച്ചു കൊടുക്കുകയാണെങ്കിലും, ഒരു പ്രയാസത്തിലേക്ക് പോകുന്ന സഹോദരനെ ഓർമ്മപ്പെടുത്തുകയാണെങ്കിലും, അവന് നൽകുന്ന ദഅവത്താണെങ്കിലും, എന്ത് വിഷയത്തിലും അത് അള്ളാഹുവിനുള്ള പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സഹോദരങ്ങളെ, അദ്കാറുകൾ കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ചെയ്തിരുന്ന അദ്കാറുകൾ, നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ള ദിക്റുകൾ, ഈ ദിക്റുകൾ ജീവിതത്തിൽ സ്ഥിരമാക്കുക എന്നുള്ളതാണ്. രാവിലെയുള്ള അദ്കാറുകൾ, വൈകുന്നേരമുള്ള അദ്കാറുകൾ, ഉറങ്ങുന്നതിന് മുമ്പ് ചെല്ലേണ്ട അദ്കാറുകൾ, അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം ചെല്ലേണ്ട അദ്കാറുകൾ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഇതുപോലുള്ള അദ്കാറുകൾ ജീവിതത്തിൽ സ്ഥിരമാക്കിയാൽ ശൈത്താന്റെ ശല്യം ഇല്ലാതാകും എന്നുള്ളത് കൃത്യമായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, മൻ ഖറഅഹ ഇൻദ നൗമി ലാ യസാലു അലൈഹി മിനല്ലാഹി ഹാഫിളുൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ആയത്തുൽ കുർസി ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയാൽ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ആയത്തുൽ കുർസി അത് ചൊല്ലിയാൽ, അവൻ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സംരക്ഷിക്കുന്ന ഒരാൾ അവനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. വലാ യഖ്റുബുഹു ശൈത്താനുൻ ഹത്താ യുസ്ബിഹ്, പകലാകുന്നത് വരെ അവനിലേക്ക് ശൈത്താൻ അടുക്കുകയില്ല. ഇതുപോലുള്ള ഹദീസുകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ജീവിതത്തിൽ സ്ഥിരമാക്കുക, ശീലമാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് സഹോദരങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പൂർണ്ണമായി കൊണ്ട് പിൻപറ്റുക എന്നുള്ളതാണ്. ഇരുത്തത്തിലും നടത്തത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും അതുപോലെ ഇബാദത്തിലും ഒരു മനുഷ്യന്റെ ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ, ജീവിതത്തിലെ ഭാഗങ്ങളുണ്ടോ, അതിലെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും കൃത്യമായി കൊണ്ട് പിൻപറ്റുക എന്നുള്ളതാണ്. അതിനെ പിൻപറ്റിയാൽ ശൈത്താൻ നമ്മളിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളത് കൃത്യമായി കൊണ്ട് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. സഹോദരങ്ങൾ, നാലാമത്തെ കാര്യം തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുക. ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ നിന്നും ഖുർആൻ പാരായണം ചെയ്യാത്ത ദിവസം ഉണ്ടാകാൻ പാടില്ല. കൃത്യമായി കൊണ്ട് എല്ലാ ദിവസവും ഇത്ര പേജ് ഓതുക എന്നുള്ളതാണ്. സ്വഹാബാക്കളെ കുറിച്ച് പറയുന്നതായി കാണാൻ സാധിക്കും. അവർ 40 ദിവസത്തിൽ കൂടുതൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യാത്തവർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 40 ദിവസം കൊണ്ട് ചുരുങ്ങിയത് അവർ ഖുർആൻ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? നമ്മുടെ അവസ്ഥ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ തീർക്കുന്നുണ്ടോ? പല ആളുകളും റമദാനിൽ മാത്രമാണ് ഖുർആൻ തുറക്കുന്നത്. സമയമില്ല എന്നാണ് പറയാറുള്ളത്. എന്നാൽ അവനക്ക് തിന്മകൾക്ക് സമയമുണ്ട്. അവന്റെ എല്ലാ കാലകീലകൾക്കും അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾക്കും എല്ലാം അവനക്ക് സമയമുണ്ട്. വിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് അല്പസമയം ഖുർആൻ ഓതാൻ ആളുകൾക്ക് സമയം കിട്ടുന്നില്ല. നഊദു ബില്ലാഹ്. എങ്ങനെയാണ് സഹോദരങ്ങളെ ഇപ്രകാരമുള്ള അവസ്ഥയാണെങ്കിൽ ശൈത്താനിൽ രക്ഷപ്പെടുക? അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഖുർആൻ പാരായണം ചെയ്യാത്ത ദിവസം കടന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. അല്പസമയം, ഒരു 10 മിനിറ്റ്, 15 മിനിറ്റ്, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സഹോദരൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ മാറ്റിവെക്കൽ ഒരു മുസ്ലിന്റെ മേൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അതിലൊരുപാട് സമയത്തിന് ബർക്കത്തുണ്ടായിരിക്കും. സലഫുകൾ പറയുന്നതായി കാണാൻ സാധിക്കും, സമയത്തിന് ബർക്കത്ത് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും പല ആളുകളും പറയുന്നതിന് ഒന്നിനും സമയം ലഭിക്കുന്നില്ല, ഒന്നിനും സമയമില്ല. സമയത്തിൽ ബർക്കത്ത് ഊരപ്പെട്ട നമ്മളിൽ നിന്നും ഊരിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി കൊണ്ട് അറിയുന്നതാണ് നമ്മൾ. ഇത് ബർക്കത്ത് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞുകൊണ്ട്, സാധിക്കുന്നവർ അർത്ഥമറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി കൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. 5 പേജോ 10 പേജോ ഇത് ദിവസം ശീലമാക്കിയാൽ ശൈത്താന്റെ പ്രയാസങ്ങൾ, ശൈത്താൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് പണ്ഡിതന്മാർ ഉണർത്തുന്നതായി കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബറുകളാക്കി മാറ്റരുത്. എന്താണ് ഖബറിന്റെ പ്രത്യേകത? ഖബർസ്ഥാനിൽ ഓതൽ ഹറാമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ് ഖബറിന്റെ അടുക്കൽ പോയി ഓതൽ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. തീർച്ചയായിട്ടും ശൈത്താൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നും ഓടിപ്പോകും. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നും ഓടിപ്പോകുമെന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് 780-ാമത്തെ ഹദീസായി ഉദ്ധരിച്ചതാണ്.
ഈ വിഷയങ്ങൾ സഹോദരങ്ങളെ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും മുസ്ലിമീങ്ങൾ ദുർബലരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖുവ്വത്ത് നൽകി എത്രയും പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും പരലോകത്തും അവർക്ക് നിഅമത്തുകൾ വാരിക്കോരി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ മൗലാഹ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم دمر أعداءك وأعداء المسلمين يا رب العالمين. اللهم دمر أعداءك وأعداء المسلمين يا رب العالمين. اللهم ربنا آتنا